Hello, hi, dear friends. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യൽ ഐറ്റം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ലോക്ക്ഡൗൺ പ്രക്രിയ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. 21 days ആണ് നമ്മൾക്ക് ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടി വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കൊറോണ വൈറസിനെതിരായിട്ട് ഇത് ടോട്ടൽ ഇറാഡിക്കേഷനാണ് നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാവരെയും മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ കട്ടിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത്. അപ്പം ഷോർട്ടേജ് ഓഫ് ഐറ്റംസ് അങ്ങനെ ഭയങ്കരമായിട്ടില്ലെങ്കിലും കുറച്ച് ഷോർട്ടേജ് ആണല്ലോ. എല്ലാ കടകളും എപ്പോഴും ഇല്ല, എപ്പോഴും പോയി വാങ്ങാൻ പറ്റില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ നമ്മുടെ റിസോഴ്സസ് കുറഞ്ഞാണ് വരാൻ പോകുന്നത് അല്ലേ. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടമ്മമാരും കരുതിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം ഇപ്പോൾ അരി ഉഴുന്ന മുതലായ കാര്യങ്ങൾ, ഇഡലി ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കാൻ, പുട്ടുണ്ടാക്കാനും, അരി പച്ചരി പോലെയുള്ള കാര്യങ്ങൾ, കഴിക്കാനുള്ള ചോറിനുള്ള കാര്യങ്ങൾ, ഗോതമ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ, മിനിമം റിക്വയർമെൻറ്റ്സ്, ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം ഇഡ്ഡലി, ദോശ, ഉപ്പുമാവ് ഒക്കെ നമ്മളുടെ സ്ഥിരം മെനുവായി മാറുന്ന ദിവസങ്ങളാണ്, ചപ്പാത്തി മുതലായ കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും ലുബ്ധിച്ച് ഏറ്റവും മിനിമം കാര്യങ്ങൾ സ്പെൻഡ് ചെയ്ത് തന്നെ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകണം. കാര്യം നമുക്ക് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളെ നമ്മളൊന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഒരുപാട് ധാരാളിത്തമൊന്നും കാണിക്കാണ്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ ജീവിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇഡ്ഡലിയാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നതെങ്കിൽ, ഇപ്പോൾ ലെഫ്റ്റ് ഓവർ ഇഡ്ഡലീസ് കുറച്ച് കൂടുതൽ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ഇച്ചിരി, അപ്പോൾ രാവിലെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു അത്യാവശ്യം നമ്മുടെ വീട്ടിലൊരു 15 ഇഡ്ഡലി വേണം, അത്ര മതി എന്നുണ്ടെങ്കിൽ 20 or 25 ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു 5-6 എണ്ണമോ ഒരു 7-8 എണ്ണം മാറ്റി വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് വീണ്ടും പുതിയ വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇഡ്ഡലിയും ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ കഴിച്ച് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ വെറൈറ്റീസ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഡ്ഡലിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരു കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ഇഡ്ഡലി മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഡിന്നറിനാക്കാം. ഇഡ്ഡലി മസാല വൈകുന്നേരം 4 മണിക്കാക്കാം. അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇഡ്ഡലി മസാലയായിട്ട് തന്നെ വേണമെങ്കിലും ചെയ്യാം. തലേ ദിവസത്തെ ഇഡ്ഡലി കുറച്ച് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ ഇഡ്ഡലി ആണെങ്കിൽ ഏകദേശം ഒരു 5-6 ഇഡ്ഡലി എടുക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ ടൈപ്പ് ഇഡ്ഡലിയാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം 3, 4, 5, 6, 7, 8, 9 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആവശ്യത്തിന് മുറിച്ച് വെക്കാൻ പോവുകയാണ്. ആവശ്യമുള്ളത് എടുക്കാം. അത് തന്നെ നമ്മൾ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ചെറിയ ചതുര കഷ്ണങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ മുറിച്ചെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു 8 എണ്ണം കട്ട് ചെയ്ത് വെച്ചു. അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കി ഒരു 2 ചെറിയ സവാളയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു വലിയ സവാളയെ ഒരു സവാളയുടെ കുറച്ച് ഭാഗം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ചെറുതിന് സമാനമായിട്ട് 2 ടൊമാറ്റോ വലുത് വേണം. ഇതിപ്പോൾ ഒരു വലിയ ടൊമാറ്റോയും 2 ഒരു ചെറുത് ഇങ്ങനെ വെച്ചു. പിന്നെ ഒരു പച്ചമുളക്, 2 ഇഞ്ചി, ഇതൊക്കെ ഒന്ന് അരിയാം. അപ്പോൾ ഇനിഷ്യൽ ദിവസങ്ങളിലെല്ലാം കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും എനിക്ക് പോലും കാണിക്കാൻ സാധിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ ചിലപ്പോൾ കുറഞ്ഞു വന്നിരിക്കും. കാര്യം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ കുറച്ചൊക്കെ വാടും, കുറച്ചൊക്കെ. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ എങ്ങനെയാണ് വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതെല്ലാം സ്റ്റോറേജിൽ സൂക്ഷിച്ച് എങ്ങനെയെല്ലാം പൊതിഞ്ഞ് വെച്ചാൽ ഫ്രഷായിരിക്കും എന്നുള്ളത് കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ നോക്കണം. അപ്പോൾ അത് പറ്റിയൊരു സമയമാണ്. കാര്യം അത് ആവശ്യമാണ്. ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ 3 ആഴ്ച നമ്മൾ വീട്ടിലിരിക്കില്ല. എപ്പോഴും നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടണമെന്നില്ല. കിട്ടിയില്ലെങ്കിൽ ഉള്ള സാധനങ്ങൾ എങ്ങനെ സൂക്ഷിക്കാം. ഇഞ്ചിയും ചെറുതായിട്ട് അരിയുക. ഇഞ്ചി അരിഞ്ഞു കഴിഞ്ഞു. ഇനി അതുപോലെ പച്ചമുളക്, ഒരു പച്ചമുളക് മതിയാകും, അതും ചെറുതായിട്ട്. ഇത് നമുക്ക് ടൊമാറ്റോ ഇങ്ങനെ ചെറുതായിട്ട് അരിയാം, അല്ലെങ്കിൽ നീളത്തിനുള്ള പീസസ് ആയിട്ട് മുറിക്കാം. അതായിരിക്കും നല്ലതാണ്. സ്ലൈസസ്, ഈ സ്ലൈസസിനെ നമുക്ക് വേണമെങ്കിൽ ഹാഫ് സ്ലൈസസ് ആക്കാം. അതായിരിക്കും നല്ലത്. മസാല നല്ല കുഴഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത് നീളത്തിന് ടൊമാറ്റോ അരിയുന്നതാണെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജൂലിയൻ സ്ലൈസസ് ആയിട്ട് മുറിക്കാം. ജൂലിയൻ എന്നും പറയാൻ പറ്റില്ല, സ്ലൈസസ്. അപ്പോൾ ഞാൻ കട്ടിങ് ആൻഡ് ചോപ്പിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഫാസ്റ്റായിട്ട് ഒരു ഫാസ്റ്റ് ഫുഡായിട്ട് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. കുറച്ച് വലിയൊരു ചീനിച്ചട്ടി. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇനാമൽ കോട്ടഡ് പാൻ
അപ്പോൾ ഈ ഒരു ഇഡ്ഡലി മസാല നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സ്വാദ്. അത് കാരണം കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. ഒരു 1.5-2 ടേബിൾ സ്പൂണിനകത്ത് വെളിച്ചെണ്ണ. അപ്പോൾ എണ്ണ ചൂടായി. ഇതിനകത്ത് ഓരോന്നോരോന്നായിട്ടിടാം. അതായത് 1 ടീസ്പൂൺ കടുക്, പിന്നെ ഇതിൽ ഇച്ചിരി ഉലുവയും കൂടെ ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ. പിന്നെ ഒരു കാര്യം കൂടി ചേർക്കണം, ഉഴുന്ന് പരിപ്പ്, അത് 1 ടീസ്പൂൺ. ഇത്ര കാര്യം. വീണ്ടും ഞാൻ തീ കുറയ്ക്കുകയാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ പാടില്ലല്ലോ. പിന്നെന്താ, ഇതൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ വറ്റൽമുളക് ആവശ്യാനുസരണം 3-4 ഒക്കെ ചേർക്കാം. ഉള്ളതുപോലെ എല്ലാം പൊട്ടുന്ന ശബ്ദം വരുന്ന ഈ ഒരു സ്റ്റേജിൽ വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ഉള്ളതുപോലെയൊക്കെ ഇടുക. ഇപ്പം നല്ല മണം. ഇനി ഇഞ്ചി, പച്ചമുളക്, ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചിയും പച്ചമുളക്. അങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് കറക്റ്റായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. 1 by 1 ഇടും. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകിൻ്റെ കുറച്ചുകൂടി ഒന്ന് വാടണം കേട്ടോ. വാടി ഇച്ചിരി ഒരു കളർ മാറ്റം വരുമ്പോൾ നമ്മൾ ഇനിയും കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ, അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം വളരെ വളരെ ഫാസ്റ്റായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫാസ്റ്റ് കുക്കിംഗ് പോലെ നമ്മൾ ഫാസ്റ്റ് ചെയ്ത കാര്യമാണ്. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇഞ്ചി, പച്ചമുളക്, സവാള, ടൊമാറ്റോ, ഇത്രയല്ലേ നമ്മൾ അരിഞ്ഞുള്ളൂ. ഇതിൽ വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും ഞാൻ തീ കൂട്ടി കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിയും പച്ചമുളകൊക്കെ കാര്യമായിട്ട് മൂക്കണം, അല്ലെങ്കിൽ അതായത് പച്ചമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കടിക്കും, നമുക്കൊരു പച്ചക്കുത്തുണ്ട്. ഇനി ഇത്രയും മതി. ഇനി ഈ ഒരു സ്റ്റേജിൽ നോക്കി സവാള ഇട്ട് കഴിയുമ്പോൾ മറ്റേ മൂക്കലെല്ലാം അതോടുകൂടി നിൽക്കും, ഓവറാകത്തില്ല. ഇതൊരല്പം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് പെട്ടെന്നാകട്ടെ. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും തീ കുറച്ചിരുന്നു. അപ്പോൾ ഇനി തീ കൂട്ടുന്നു. അപ്പോൾ ഞാനെപ്പോഴും തീ ഇങ്ങനെ ക്രമീകരിച്ചിട്ടാണ് എല്ലാ കുക്കിങ്ങും ചെയ്യുന്നത്. ഒരല്പം കൂടി കളർ മാറാനുണ്ട്. ഇപ്പോൾ ഏതാണ്ട് നമ്മളുടെ സമയമായി. നോക്കിയേ, സവാളയുടെയൊക്കെ നിറം മാറാൻ തുടങ്ങുന്നു. ഇനി ഞാൻ തീ ഒന്ന് വീണ്ടും കുറയ്ക്കാൻ പോകുന്നു. കാര്യം നമ്മളിനി പൊടികളിടാൻ പോവാണ്. 1 by 1 ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. നമ്മളുടെ ഈ ഒരു പീരീഡ് ആയതുകൊണ്ട് 1/2 ടീസ്പൂൺ വരെ ആകാം കേട്ടോ. മഞ്ഞൾപ്പൊടി നല്ലതാണ്. അപ്പം മഞ്ഞൾപ്പൊടി ആയല്ലോ, അത് മൂത്ത മണം വന്നു തുടങ്ങി. ഇനി ഇതിൽ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി 1.5 ടീസ്പൂൺ ഇടാം. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനൊരു 1.5 ടീസ്പൂണാണ് കണക്ക് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ മൂക്കുതേ, നല്ല ചൂടല്ലേ. ഇനി എന്താണ്, ഇനിയാണ് ഇതിലേക്ക് ടൊമാറ്റോ സ്ലൈസസ്. അപ്പോൾ ടൊമാറ്റോ വാടി കുഴഞ്ഞ് വരുമ്പോൾ ഇതൊരു പേസ്റ്റ് പോലെ ആകുമല്ലോ, കുറച്ചുകൂടെ ഒരു കുഴഞ്ഞൊരു ടെക്സ്ചറിലേക്ക് മാറും. അപ്പോൾ ഞാനിപ്പോൾ തീ കുറച്ചിട്ടിരിക്കുമായിരുന്നു, ഞാൻ വീണ്ടും തീ കൂട്ടാൻ പോകുന്നു. ഉപ്പും കൂടി ചേർക്കാം ഈ ഒരു സ്റ്റേജിലും. നോക്കി നല്ല കുഴഞ്ഞ് വരാൻ പോകുന്നു. ആയിട്ടില്ല കേട്ടോ, ഇപ്പോൾ ശരിയാകും. നിമിഷങ്ങൾക്കകം ശരി. ഇനി ഒരു കാര്യം കൂടി ചേർക്കണമല്ലോ, നമ്മളുടെ ഗരം മസാലപ്പൊടി 3/4 ടീസ്പൂൺ ചേർക്കും. 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ആകാം. ഇത് ഇഡ്ലി മസാലയല്ലേ, അപ്പോൾ ഒരു മസാല മണമൊക്കെ വേണമല്ലോ. അപ്പോൾ ശരിക്കും നല്ല മസാലയുടെ മണം എൻ്റെ മൂക്കിലേക്ക് അത് ചേരുന്നു. ഓക്കെ, ടൊമാറ്റോയുടെ പീസസൊക്കെ വേകുന്നു, കുഴഞ്ഞു തുടങ്ങി. ഇനി ഇത് മസാല പേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് കുഴഞ്ഞു വന്നല്ലോ. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ. നല്ല കുറുകിയ തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ 1/2 കപ്പ്.
ഇപ്പോഴാണ് ഇതൊരു മസാലയായി മാറുന്നത്. നോക്കിയേ, നല്ല കുഴമ്പ് പോലെയായില്ലേ. ഇനി ഒരു കാര്യം, ഞാൻ തീ നന്നായിട്ട് വീണ്ടും കുറച്ചിട്ടുണ്ട്. ഒരു പ്രധാന കാര്യം, മറ്റൊരു മനോഹരമായ മണം വരാൻ പോവാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ആഹാ, ഇനി മറ്റൊരു വ്യത്യസ്തമായ മണം. ഞാൻ ഇതിൻ്റെ ഉപ്പും കൂടി ഒന്ന് ചെറുതായിട്ട് നോക്കിക്കോട്ടെ. ഉപ്പ് പോരാ, കുറച്ച് ഉപ്പും കൂടി ആകാം. പല സ്റ്റേജസിലാണ് ഞാൻ ഉപ്പ് ചേർത്തത്, എന്നാലും കുറച്ചുകൂടെ വേണം. ഇത്രയും മതി, എല്ലാ കാര്യങ്ങളുമായി. ഇനി ഇതിലേക്ക് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്താണ്? ഇഡ്ഡലിയുടെ പീസസ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മസാലയൊക്കെ ഇഡ്ഡലിയിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് സെറ്റാകും. നോക്കി, ഇപ്പം എങ്ങനെയുണ്ട്? ഇഡ്ഡലി മസാലയായോ? എനിക്ക് തോന്നുന്നു എൻ്റെ ഇഡ്ഡലി തീരെ ചെറുതായിരുന്നു, അത് കാരണം ഒരെണ്ണം കൂടി വേണമെങ്കിൽ ആകാം. മാറ്റി വെച്ചിരിക്കാൻ ഒന്നും കൂടി ചേർക്കാം. അപ്പോൾ 9 എണ്ണം ആകും. എൻ്റെ ലാസ്റ്റ് അപ്പോൾ ഞാൻ 9 എണ്ണം എടുത്തു. ഓക്കെ, എല്ലാത്തിനും തികയും. ഇനി ഒന്നുമില്ല കേട്ടോ, തീ ഓഫ് ചെയ്യാൻ പോകുന്നു. ആൻഡ് ദ ലാസ്റ്റ് മല്ലിയില. അതുകൊണ്ട് ഇടാം, ഉണ്ടെങ്കിൽ ഇടാം. മല്ലിയില എടുത്തിട്ട് വരട്ടെ. കഴുകിയിട്ട് വരാം. കൈ കൊണ്ട് ഞാൻ മുറിച്ചിടാം. ഇപ്പോൾ എന്തെങ്കിലും മല്ലിയില ഉണ്ട്, അതുകൊണ്ട് ഞാൻ ധാരാളമായിട്ട് ഇടുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എനിക്ക് തന്നെ ഒരു ഉറപ്പില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. യെസ്, നമ്മുടെ ഇഡ്ഡലി മസാല റെഡി. നോക്കി, കാണുമ്പോൾ തന്നെ അറിയില്ലേ, എന്താ സ്വാദ്. പാത്രത്തിലേക്ക് എടുത്താലോ? ഇത്ര പെട്ടെന്നല്ല ഞാൻ ചെയ്തത്. എന്ത് ഭംഗിയല്ലേ നമ്മളുടെ ഇഡ്ഡലി മസാല കട. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബ്യൂട്ടിഫുൾ മാത്രമല്ല, നല്ല മണം. അങ്ങനെ നമ്മുടെ സീത ആയിട്ടുള്ള ഇഡ്ഡലിയെ നമ്മളൊരു എക്സോട്ടിക് ഐറ്റം ആക്കിയിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് ഇത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസങ്ങളെല്ലാം ഇഡ്ഡലി മാറ്റി വയ്ക്കുക, എന്നിട്ട് വൈകുന്നേരമോ പിറ്റേ ദിവസമോ ഒക്കെ ഉണ്ടാക്കുക. വെരി ടേസ്റ്റിയാണ്. ഇത് സത്യമായി ഇതൊന്നും ഞാൻ പുതിയതായിട്ട് ഇൻവെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ എൻ്റെ മാജിക് അവൻ്റെ പഴയ വോളിയം ബുക്സിലുള്ളതാണ്. അന്ന് എനിക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് കാണിക്കുവാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ ഒരു സമയമാകുമ്പോൾ ഞാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഉപകാരമാണിപ്പോൾ. കഴിക്കട്ടെ. ഓ മൈ ഗോഡ്, കഴിക്കാനിങ്ങനെ ശരിക്കും കഴിക്കാൻ തോന്നും. എന്തൊരു ടേസ്റ്റ്. മെൽറ്റിങ് ഇൻ മൈ മൗത്ത്. എൻ്റെ വായിലിങ്ങനെ അലിഞ്ഞു വീണു. എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. ചതയ്ക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ആവശ്യത്തിനൊരു എരിവും ക്രഞ്ചിനെസ്, ഇടയ്ക്കിടയ്ക്ക് ഉഴുന്ന് പരിപ്പ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ ടൊമാറ്റോയുടെ ആ പുളിയുണ്ട്. എല്ലാ മസാലയുടെ ടേസ്റ്റും തേങ്ങാപ്പാലിൻ്റെ എല്ലാം കൂടി ചേർന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്വാദാണിത്. എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഞാൻ ഗ്യാരണ്ടി. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചത്. തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട് തേങ്ങാപ്പാൽ എടുക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ തേങ്ങ അരച്ച് ചേർത്താലും മതി. ഇച്ചിരി ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ തേങ്ങ എടുക്കുക. അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്താലും മതി. എനിവേ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഓക്കെ, ഇതെന്തായാലും ഇഷ്ടമാവും, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ ഒരു സന്തോഷം നമ്മൾക്ക് തരും. കാര്യം എന്നും കഴിക്കുന്ന ആഹാരം കഴിച്ച് ബോറടിക്കുമ്പോൾ മാറി ചെയ്യാനായിട്ട് നമുക്ക് ഉള്ള റിസോഴ്സസ് വെച്ച് ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സന്തോഷം ഇത്ര നേരം കണ്ടിരുന്നതിന്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലെ ഓരോരോ ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ, നമ്മുടെ ഈ ഒരു സാഹചര്യത്തിന് പറ്റിയ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരും. ലാസ്റ്റ് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, സ്റ്റേ സേഫ്. Okay. Thank you so much.